സിറാത്ത് പാലം എന്ന മേൽപ്പാലത്തിൽ ഇത്ര പ്രയാസമുള്ള ഒരു സ്ഥലം വേറല്ല. ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിട്ടൂല. അവിടെ കടലാസ് ക്ലിയറാണ്. എല്ലാവരും മാപ്പാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു മാപ്പ് തരട്ടെ. ജനങ്ങളും മാപ്പ് തരട്ടെ. മനസ്സറിഞ്ഞ് പറയും. ജനങ്ങൾക്കും തോന്നണം, അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുക്കണം ഞാൻ അവന് മാപ്പ് കൊടുത്തു. മനസ്സിലായില്ലേ? അത് ഭയങ്കര, അതാണ് സ്ഥലം. പിന്നെ അല്ലാഹ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വേറൊരാളെ കാര്യത്തിൽ ഞാൻ ഇടപെടൂല. 6 റബ്ബിന് കിട്ടേണ്ടാണ്, റബ്ബ് മാപ്പ് ചെയ്താൽ മതി. 7 ജനങ്ങൾ കിട്ടേണ്ടാണ്, അവർ മാപ്പ് ചെയ്യാതെ അല്ലാഹു തആല മാപ്പ് ചെയ്യൂല. ഇതിനേക്കാൾ ഭയാനകമായൊരു സ്ഥലം വേറെ ഇല്ല. സാധാരണ ഇടപെടുന്ന ഒരു നാത്തൂനും അവളെ ആക്രമിച്ചു, കെട്ടിക്കൊണ്ടുവന്ന് ആങ്ങള ഗൾഫ് പോയി, പിന്നെ ഓളെ പൊരയിട്ട് ബുദ്ധിമുട്ടിച്ചു. മഞ്ചോത്ത് നിസ്കരിക്കും, ഉമ്മയും കൂട്ടുന്നു, അതിൽ കുടുങ്ങും. ഓക്കത് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, അവൾക്കത് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ചില സംഗതി മറക്കാൻ കഴിയില്ല. മറക്കണം എന്ന് വിചാരിച്ച് മറക്കാൻ കഴിയില്ല. അടിമക്കത് മറക്കാൻ കഴിയൂല. അടിമ മനുഷ്യനല്ലേ, അല്ല ഒഴിവാക്കും, ആരും ഒഴിവാക്കൂല. എന്നാലും അന്ന് എന്നോട് കാട്ടിയത് എനിക്ക് ഇപ്പോഴും സഹിക്കാൻ വയ്യ. അത് വിഷയം തന്നെയാണ്. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചു. 5 വക്ത് നിസ്കരിക്കും, തറാവീഹ് നിസ്കരിക്കും, ഒക്കെ ചെയ്യും. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കും, വിടൂല. കുട്ടുങ്ങും ഉറപ്പ്. കാഫിറാൻ അയൽവാസി ആരാണെങ്കിലും പറയാൻ, അയൽവാസി ആരാണെങ്കിലും എന്ത് നിരീശ്വരവാദിയായാലും നീതി കൊടുക്കണം. പ്രശ്നമൊക്കെ ഒരു മനുഷ്യനോട് ഒരിക്കൽ പറഞ്ഞു, 10-15 മുമ്പ് ഹജ്ജിന് പോയി. അങ്ങനെ അറഫ കഴിഞ്ഞു, മുസ്ദലിഫ കഴിഞ്ഞു, മിനയിൽ വന്നു. പിന്നെ ഈ ഫദറിന് തവാഫിന് വേണ്ടി കഅബയിൽ പോയി. തിരക്കെന്നാണ്, ഭയങ്കര തിരക്കാണ്. ഹജ്ജ് കഴിഞ്ഞിട്ടില്ലാത്ത ദിവസമുള്ള വലിയ തവാഫില്ലേ, മനസ്സിലായില്ല? സമയമെടുത്ത് കൂടുതൽ സമയത്ത് ചെയ്യേണ്ടി വരും, കാരണം ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ആ തവാഫിന് പോയി. ഈ ഫദറിന് തവാഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി വന്നു. ഞങ്ങളുടെ ഞെരുക്കൻ കയറിയത് എത്ര ഒന്ന് അങ്ങോട്ടാക്കി പിന്നെ കിട്ടേണ്ടി വരും. ഞാൻ ഞെരുക്കിയ ഒരാള്, അയാൾ ഇഹ്റാമിലുമാണ്. ഞാൻ എൻ്റെ കൈയെടുത്ത് വന്നോളൂ, ഒരൊറ്റ അടി വേണമൊന്നും മിണ്ടിയില്ല. അയാൾ പോവുകയും ചെയ്തു. തവാഫ് കഴിഞ്ഞ് കയറിയപ്പോൾ എനിക്ക് പിരാന്തായി. പഠിച്ചോനെ, ഞാൻ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണ് തവാഫിലിട്ട് അടിച്ചത്. അയാൾ എവിടെ ഞാൻ അറിയില്ല. ഇയാൾ പറയാ, ഞാൻ തലങ്ങും പാഞ്ഞു മക്കത്തൂടെ, അയാളെ കിട്ടിയില്ല. ഞാൻ വൈകുന്നേരം വരെ പാഞ്ഞു, അയാളെ കണ്ടില്ല. എന്നിട്ട് ഇയാളിനോട് പറഞ്ഞു, ഈ സംഭവം കഴിഞ്ഞ് 9 കൊല്ലായി, ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ഇപ്പോൾ 9 കൊല്ലായി. എല്ലാ രാത്രിയും ഞാൻ പറയും, അല്ലാ അയാളിനെ പിടികൂടരുത്. ഇയാളത് പറയാൻ കാരണം എന്താ? ഈ മനുഷ്യൻ ഇത് പറയാൻ കാരണം എന്താ? അയാൾ ആരാണ്? സ്വാലി. പറയാൻ മോനെ, ഇയാൾ ആരാ? ഇയാൾ സ്വാലിയാണ്. ഇയാൾക്ക് ആരും വരെ പോകുമെന്ന് പേടിയുണ്ട്. നമ്മളെ പോലത്തെ എന്ത് പേടിയാ? നമ്മളെന്ത് പറയും? കയറിച്ചല്ലേ. അയാൾ കയറാൻ കാരണം ഉണ്ടാവും. അയാൾ അപ്പുറത്തുനിന്ന് തിക്കുന്നുണ്ടാവും. അപ്പൊ അയാൾ കയറാണ്. അത് തിരിച്ചൊന്നും അടിച്ചില്ല. പിന്നെ എനിക്ക് വേദനയായി അയാൾ എന്നെ അടിക്കാത്തിന്. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അയാൾ മുഅ്മിനാണ്, ഇയാൾ മുഅ്മിനാണ്, മറ്റേത് അബദ്ധാണ്. ഒരടി കിട്ടിയപ്പോൾ അടിക്കാതെ പോയ ആളും അയാൾ തന്നെയാ മുഅ്മിനാണ്. പിന്നെ എൻ്റെ പേരിൽ 9 കൊല്ലം കരഞ്ഞ ആളും പിന്നെ അയാളെ കണ്ടിട്ടില്ല. അയാൾ മുഅ്മിൻ തന്നെയാണ്. മുഅ്മിനീനൊക്കെ കഴിയുള്ളൂ. മറ്റവരെ ഏത് തെറ്റും അവൻ ആരാക്രമിച്ചാലും അവന്റെ മൂക്കത്തൊരീച്ച വന്നതുപോലെയാണ് വിചാരിക്കുക.
അങ്ങാടിയിലിട്ട് ഒരാളെ തല്ലിയാലും ചീത്തറിഞ്ഞാലും ആക്ഷേപിച്ചാലും ഓൻ എങ്ങനെ മനസ്സിലാക്കുള്ളൂ? ദുബാബിനാലാം ഫീ മൂക്കത്തൊന്ന് ഈച്ച പോലെ കഴിഞ്ഞല്ലോ. മൂക്കത്തൊക്കെ നമ്മളൊക്കെ മൂക്കത്ത് ഈച്ച വന്നിട്ടില്ലേ? നമുക്ക് ഓർമ്മ ഉണ്ടോ? പറയാ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ദോഷികൾക്ക്. അവരാക്രമിച്ചാലും അവർക്കത് പറയേ ഓർമ്മ ഉണ്ടാവില്ല. ഏഴാമത്തെ ഗുൽമാത്ത നമ്മളെ ഗുൽമുകൾ ചെയ്ത് കൂട്ടിയ പറയാ അക്രമങ്ങൾ. അയൽവാസി നമ്മളെ തിരക്കി കയറുന്നതാണെങ്കിൽ 4 ആളെ വിളിക്കുക, ഓനെയും വിളിക്കുക. ഇവിടെ എന്തു പറയാ? ഇജ് പറയാ കുഞ്ഞുമാനെ നമ്മളെ അയൽവാസികളാണ്, ഇത് ഇങ്ങനെ പോകാൻ പാടില്ല. എൻ്റെ അതിലെവിടെ ഇജ് കോലു. അപ്പോൾ അവൻ പറഞ്ഞ് ഒരടി അപ്പുറത്തേക്ക് കയറ്റി വെച്ചു. അവിടെ അതിൽ കിട്ടി. അപ്പോൾ പള്ളി കമ്മിറ്റി ഒന്നും എല്ലാവരും വന്നു. എന്നാൽ ഞാൻ പ്രശ്നം ഉണ്ടാണ്ട് കേട്ടോ എന്നെ. അപ്പം നമുക്ക് എന്തു പറയാം? എൻ്റെ വേഷമായിരിക്കും. ഏതായാലും ഇനി മാന്തൂലല്ലോ, മനസ്സിലായില്ല? ഇനി മാന്തൂല. നീ അവിടെ കല്ലിട്ടൊന്ന് കെട്ടിക്കളാ. ഓനെന്നെ നമ്മൾ ഓനോടെന്നെ പറഞ്ഞു ശരിക്ക് എന്നെ എന്ത് ചെയ്യണം? ജനു കയറി പിടിച്ചു കല്ലിറക്കി. നമ്മൾ ഓനോട് പറഞ്ഞു വന്ന് നോക്കണേ. നമ്മൾ പണിക്കാരെ ഏൽപ്പിച്ചു, ഇജ് വന്ന് നോക്കണേ, എനിക്ക് തിരക്കാണ്, എന്നാലും ഇജ് വന്ന് നോക്കണം. എൻ്റെ ഒരു ഇഞ്ച് ഭൂമിഞ്ഞ് പോകാൻ പാടില്ല, ഇൻ്റെത് എനിക്ക് വിവരമില്ല. എന്താ പറഞ്ഞാൽ ഒരടി ഭൂമിയാവും 2 അടിയും എവിടെ കുടുങ്ങൂല? പറയാം എവിടെ കുടുങ്ങൂല? സ്ഥലത്തോടെ കുടുങ്ങൂല. ഓനെ നമ്മൾ മാപ്പുവാക്കി. ഓനെ അതിൻ്റെ പേര് കുടുങ്ങണ്ട. ഓനെ മാപ്പാക്കിയാലും എൻ്റെ അടിമക്ക് നിങ്ങൾ മാപ്പിയാക്കിയാൽ നിങ്ങൾക്ക് മാപ്പില്ലാത്ത ദിവസം ഞാൻ മാപ്പാക്കും. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. മനസ്സിലായില്ല? നിങ്ങൾ മാപ്പ് കൊടുക്കേണ്ടതല്ലാത്തൊരു വിഷയത്തിൽ നിങ്ങൾ മാപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് മാപ്പിന് അർഹരല്ലാത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരും. ലോകത്തിനെ രക്ഷപ്പെടുത്തി തരത്തില്ല, പേടിക്കണ്ട. ഇതൊക്കെ ചെയ്യാം. ആരോട് മാപ്പ് കൊടുക്കണം? ആർക്കും. ഇന്നാളിനൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇതിനേക്കാൾ പ്രയാസമുള്ള ഒരു സ്ഥലം വേറെ ഒന്നുമില്ല. ഏറ്റവും പ്രയാസമാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നാളെ പറയാം. നാളെ രാവിലത്തെ ക്ലാസ് 6:30 മുതൽ 8:30 വരെയാണ്. ഞാനൊക്കെ ഒരു പരിപാടി ഉണ്ട്, സയ്യിദന്മാർ വിളിച്ചാൽ അതിന് പോകാതിരിക്കാൻ നിർവാഹമില്ല. രാവിലെ സുബൈ നിസ്കരിച്ച് എല്ലാവരും വരാൻ കഴിഞ്ഞൂല. ഞായറാഴ്ചയാണ് രാവിലെ 6:30 സുബൈ നിസ്കരിച്ച് വന്നാൽ മതി. 6:30 to 8:30. നാളെ 6:30 to 8:30 2 മണിക്കൂർ. എല്ലാവരും കുടുങ്ങുന്നതാണ്. പലരും കുടുങ്ങും. ചിലപ്പോൾ 1 രക്ഷപ്പെട്ടു, 2 കുടുങ്ങി, 2 രക്ഷപ്പെട്ടു, 3 കുടുങ്ങി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ ഈ ഹദീസ് കേൾക്കണം കേട്ടോ. അപ്പോൾ അമാനത്തിനെയും ഗർഭപാത്രത്തെയും മയക്കപ്പെടും. ജംബത്തെ സിറാത്തിന്റെ 2 ഭാഗങ്ങളിൽ യമീനം വശിമാല. അപ്പോൾ വളരെ സ്പീഡായി അവിടുന്ന് പോവും. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഈ സിറാത്ത് അത്രയും മണി കുടിച്ചായി അവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പൊ 2 ഭാഗത്ത് വന്ന് നിൽക്കുന്ന അമാനത്ത്, നമ്മൾ ജനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്ത് ഭംഗിയായി വീട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സൈഡിൽ വന്ന് നിൽക്കും. നമ്മളെ വടപ്പറപ്പുകളോട് മാന്യത പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതാ ഗർഭപാത്രം. അതായത് നമ്മളമ്മ, മനസ്സിലായില്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തോട് ബന്ധമുള്ള ആളാണ് ബാപ്പ. ബാപ്പയിൽ നിക്ഷേപിച്ചതാണ്. ബാപ്പോട് മാന്യത ചെയ്യുക, ഉമ്മാനോട് മാന്യത ചെയ്യുക. പിന്നെ ഏട്ടന്മാരും അഞ്ചന്മാരും മാന്യത ചെയ്യുക, നമുക്ക് കഴിയുന്നത്ര. അപ്പോൾ അത് അപ്പുറത്ത് വന്ന് നിൽക്കും. അവർ നമ്മളോട് അക്രമം ചെയ്തു, നമ്മൾ അവരോട് അക്രമം ചെയ്യരുത്. എന്തുകൊണ്ട്? അവർ നമ്മളെ ഗർഭപാത്രമാണ്. അവർ വളരെ മോശമാണ്. എന്നാലും നമുക്കവരോട് ദേഷ്യമില്ല. അതെവിടെ ഉപകരിക്കും? അതേസമയത്ത് ഗർഭപാത്രത്തോട് നീതി പുലർത്തിയിട്ടില്ല, കുടുങ്ങും. നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്. പെങ്ങൾക്ക് മര്യാദക്ക് മുതൽ കൊടുത്തില്ല. പെങ്ങൾ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയി കരഞ്ഞു. നല്ല കൈക്കരുത്തിൽ 4 ആണുങ്ങളുണ്ട്. അളിയനോട് ചോദിച്ചാൽ അളിയൻ്റെ അണ്ണിക്കടി കൊടുക്കും. ചെയ്യാനാ ഞങ്ങൾ അറുപട്ട് പോയി കിട്ടിയില്ല, മര്യാദ കൊടുത്തില്ല. അപ്പം മരിച്ചിട്ട് കുടുംബം ആകെ മരിച്ചു. 45 കൊല്ലം കഴിച്ചിട്ടും ഊരിയക്കത്തെ തറവാടുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
അവിടെയൊക്കെ കൊടുക്കും. നോത്തല കാത്ത് രക്ഷിക്കട്ടെ. പെങ്ങന്മാർക്ക് കൊടുക്കേണ്ട പെങ്ങന്മാർക്ക്, അഞ്ചന്മാർ ഏട്ടന്മാർ അവരോടൊക്കെ ഗർഭപാത്രത്തോട് കാണിക്കേണ്ട നീതിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഗർഭപാത്ര പെങ്ങളാണ്, ഏട്ടനാണ്, അഞ്ചനാണ്. ഒരു നീതി കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരു നീതി അവർക്ക് കൊടുക്കണം. അവരങ്ങോട്ട് പറ്റിക്കരുത്. അവർ നമ്മളെ പറ്റിച്ചു എന്നല്ലാതെ നമ്മൾ അവർ നമ്മളെ പറ്റിച്ചു എന്നല്ലാതെ നമ്മൾ അവരെ പറ്റിക്കും ചെയ്യരുത്. ഇനി നമ്മളെ അവർ പറ്റിച്ചാൽ മാപ്പ് കൊടുക്കാം. എൻ്റെ അമ്മാൻ്റെ വയറ്റിലുള്ള കുട്ടിയല്ലേ, സാരല്ല. കാരണം സിറാത്ത് പാലത്തിൽ മുന്നോട്ട് കഴിയുമ്പം അവിടെ എന്ത് ചെയ്യുന്നറിയോ? അവിടെ കുടിസ്ഥാൻ പരിഹരിക്കും. അവിടെ രണ്ട് സൈഡിൽ ചിറക് പോലെ അമാനത്തും റഹ്മൂണും വെക്കും. പിന്നെ ഒരു പന്തൽ ദൂരം ഉണ്ടാവും അവിടെ. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നെന്ത് അമാനത്ത്, ഒന്നെന്ത് റഹ്മ ഗർഭപാത്രം. തൗഫീഖ് തരട്ടെ. ജോലി മൗര്യരൊക്കെ ആയിരുന്നു, ജോലി കാവ്യരായിരുന്നു, ജോലി വേളനായിരുന്നു, ജോലി ധർമ്മിഷ്ഠനായ മൊലാളിയായിരുന്നു, ഈ വലുതായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? അവിടെ കൊടുക്കും. ഗർഭപാത്രം തന്നെയാണ്. ഗർഭപാത്രം തന്നെയാണ്. അസ്മാ ബീവിയുടെ മുസ്ലിമത്തല്ലാത്ത ഉമ്മ വിരുന്ന് വന്നപ്പോൾ അസ്മാ ബീവിക്ക് പേടിയായി. ഉമ്മ ആരല്ല? അസ്മാ ബീവിയുടെ ഉമ്മ മുസ്ലിമല്ല. അവരും അസ്മാ ബീവിയുടെ വീട്ടിൽ മദീനയിലേക്ക് വിരുന്ന് വന്നു. അപ്പോൾ അസ്മാ ബീവിക്ക് പേടിയായി. എന്തുകൊണ്ട്? ഒരു അമുസ്ലിമായ ഒരാളെ ഞാൻ വീട്ടിൽ കയറ്റിയിട്ട് ശുശ്രൂഷിച്ചാൽ അപ്പോഴാണ് സൂറത്തുൽ മുംതഹിനയിലെ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതൂഹും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന ആയത്ത് ഇറങ്ങിയത്. മുംതഹിന അധ്യായം 8-9 ഒന്ന് നോക്കണേ. ബാക്കി ആയത്ത് എത്രയാണ്? മുംതഹിനയിൽ 8-9 ഒക്കെ ആയിരിക്കും. എന്തേ മുസ്ലിമാന്ന് എഴുതി അവരെ പരിഗണിക്കാതിരിക്കണ്ട, അവരെ പരിഗണിക്കണം. അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങളമ്മല്ലേ മുസ്ലിമായ എന്താ? മുസ്ലിം ആയിക്കോട്ടെ, അതിനെന്താ? അവന് വിരിപ്പ് കൊടുക്കണം, പുതപ്പ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. മുസ്ലിമായ എന്താ? അതിനൊന്നും അല്ലാഹു തആലയ്ക്ക് ഒരു വിരോധമില്ല. സൂറത്തുൽ മുംതഹിന 8 ഒന്ന് ഓതിക്കാണേ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മുംതഹിന അധ്യായം 8-ാമത്തെ ആയത്ത്. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ തടയുന്നില്ല. അനില്ലദീന ഒരു ജനത്തെ തൊട്ട് ലം യുഖാതിലൂകും അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും നിങ്ങളെ വീട്ടിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കിയിട്ടില്ല. അൻ തബറൂഹും അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ, വതുഖ്സിതൂ ഇലൈഹിം അവർക്ക് നിങ്ങൾ നീതി കൊടുക്കുന്ന വിഷയത്തിലും അല്ലാഹു നിങ്ങളെ വിരോധിച്ചിട്ടില്ല എന്നല്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇത്തരം നീതിമാന്മാർ അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നവരോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇവരെ ആരല്ല? ആരല്ല? മുസ്ലിമല്ല. പറ, മനസ്സിലായില്ലേ? മുസ്ലിമല്ല. പക്ഷെ നമ്മൾ ചോരയാണ്. നമ്മളാൽ കഴിഞ്ഞ ചെയ്തു കൊടുക്കണം. എൻ്റെ ഉപകാരം എനിക്ക് വേണ്ടെന്നോ പറയുന്നവരെ വേണമെന്ന് തോന്നുന്ന കാലത്ത് പിന്നെയും ഏട്ടൻ പറഞ്ഞിരുന്നു അതായത് എനിക്ക് എൻ്റെ ഉപകാരം നിനക്ക് വേണ്ട. പിന്നെ ഒരു കാലത്ത് മനസ്സിലായി ഏട്ടൻ 10 വയസ്സല്ലാതെ കിടക്കാണ്. അപ്പോൾ കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ വാങ്ങും, അപ്പോൾ കൊടുക്കണം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ. എന്തുകൊണ്ട്? ഗർഭപാത്രത്തിന് വിലയുണ്ട്. അത് കാഫറത്തിൻ്റെ ഗർഭപാത്രമാണെങ്കിൽ വിലയുണ്ട്. മുസ്ലിമല്ല, കാഫറത്താണ്, എന്നാലും ആ ഗർഭപാത്രം വിലയുണ്ട്. ഗർഭപാത്രം ഒരു സാധാരണ സാധനമല്ല. അങ്ങനെ പരിഗണിക്കുന്നതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെയും വിട്ടിറക്കും. അതായത് ചില സ്ഥലം, ഒരു സ്ഥലം ഞാൻ പറഞ്ഞത് ഇനിയുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നാളെ പറയാം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഒരുപാട് നമ്മൾ നീതിയോടെ മുന്നോട്ട് പോവാ. നീതി വലുത്. പിന്നെ കരുണയും നീതിയും. കരുണ, നീതി, സ്നേഹം, സഹകരണം. വളരെ ചിന്തിക്കണം. ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾക്ക് എന്തു പറയാം. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് അതൊക്കെ വിഷയം തന്നെയാണ്. പേടിക്കൊന്നും വേണ്ട. ഏത് സിറാത്ത് പാലത്തിലും മുഅ്മിനായ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്തിയ ഒരടിമ
7 സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. 1 എന്ത്? ഈമാൻ. 2 നിസ്കാരം. 3 നോമ്പ്. 4 സക്കാത്ത്. 5 ഹജ്ജ് ഉംറയും. 6 ജനാബത്ത് കുളിയും. 7 ജനങ്ങളോട് കാണിച്ച അക്രമങ്ങളാണ്. അതിനേക്കാൾ ഭയാനകമായ ഒരു സ്ഥലം സിറാത്ത് പാലത്തിൽ വേറെയില്ല. അതേറ്റവും അപകടം, ഭയങ്കര അത് അപകടം തന്നെയാണ്. പഴയ കാലത്ത് വയസ്സന്മാര് ഇടക്കിടക്ക് പൊരുത്തപ്പിടിക്കും. ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ ഭാര്യ പൊരുത്തപ്പിടിക്കും. പിന്നെ ഞങ്ങൾക്ക് ചെയ്തു തരണമൊന്നും ചെയ്തു തന്നിട്ടില്ല, പൊരുത്തപ്പെടണട്ടോ. തിരിച്ച് ഭർത്താവ് എന്ത് പറയും? ഞാൻ തന്നെ ശകാരിച്ചിട്ടുണ്ട്, എനിക്ക് നിനക്ക് ബാധ്യത ഇല്ലാത്തൊക്കെയാണ് എനിക്ക് ചെയ്തു തന്നത്, ഇജ്ജ് മാപ്പാക്കണം കേട്ടോ. കാരണം ഒരു പിരിയാൻ പോവാണ്, അങ്ങോട്ടും കൊണ്ട് മാപ്പാക്കി. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, തുറന്ന് പറയാം. നേരുണ്ടെങ്കിൽ പറയാം, എൻ്റെ കാല് ഞാൻ പിടിക്കാം, എൻ്റെ ഭാര്യയെ കാല് പിടിച്ചാൽ. ഈ ദുനിയാവിലെ 800 കോടി മനുഷ്യന്മാരെയും കാല് പിടിച്ചിട്ടാണ് നിനക്ക് അള്ളാനെ പൊരുത്തം കിട്ടുമെങ്കിൽ എന്താ കാല് പിടിച്ചാൽ? എന്താണ് പറയുന്നത്? ഈ ലോകത്തെ ആരെ കാലം ഞാൻ പിടിക്കും? ആരോടും ഞാൻ പറയും? എനിക്ക് അങ്ങനത്തെ ദുരഭിമാനം തന്നെ ഇല്ല. എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഒരേറ്റ ഗുണം അതാണ്. ഈ ലോകത്തെ ആരെ കാലം ഞാൻ പിടിക്കും? പിടിക്കണേ. ഈ ലോകത്തെ ആരെ കാലം ഞാൻ പിടിക്കാൻ തയ്യാറാണ്. എന്താ പ്രശ്നം? അവിടുന്ന് കൊടുക്കണമല്ലോ. അയാൾ പിന്നെയും മാപ്പ് പറയും. പിന്നെ മാപ്പ് ഇവിടുന്ന് പറഞ്ഞാൽ നല്ല അവിടെ കൊടുക്കില്ലേ? ഈ ലോകത്ത് നമുക്ക് എന്ത് അഭിമാനം? നമ്മൾ അഭിമാനം നമ്മുടെ റബ്ബിൻ്റെ അല്ലേ? റബ്ബ് പറഞ്ഞ മാപ്പ് പറഞ്ഞാളാ മാപ്പ് പറയുന്നു. ഈ മനുഷ്യൻ, ഈ അടിച്ച മനുഷ്യനെ എങ്ങാനും ആ മനുഷ്യനെ കിട്ടിയിരുന്നെങ്കിൽ എന്താ ചെയ്യുക? കാൽമക്ക് വീഴും, കാലുടിക്കും, മാപ്പാക്കണം. ഭാര്യൻ്റെ കാല് പിടിച്ചു. ഞാൻ കുറേ ശകാരിച്ചിട്ട് എനിക്ക് ബോധമില്ലാത്ത കാലത്ത് മാപ്പാക്കണം. കാരണം ഇവിടെ ഇല്ലേ മേലെ, അള്ളാൻ്റെ അടുത്തെത്തിയാൽ കുളലെ മേലെ പറഞ്ഞിട്ടും ഭാര്യ പൊരുത്തപ്പെട്ടില്ല. പൊരുത്തപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കണം. ഓളക്കാക്കാനെ കൊണ്ട് അറിയിപ്പിച്ചു, ഓല അമ്മോനെ കൂടെ അറിയിപ്പിച്ചു, ഓളെ വാപ്പാനെ കൂടെ അറിയിപ്പിച്ചു. പാണക്കാട് തങ്ങളെ കൊണ്ട് അറിയിപ്പിച്ചു. വകുപ്പുണ്ടാക്കി. തങ്ങളോട് പറയാൻ പറഞ്ഞു, തങ്ങളെ രഹസ്യം ആയിട്ട് എൻ്റെ പേര് പ്രശ്നമുണ്ട്, തങ്ങൾ ഒഴിവും തങ്ങളൊന്ന് വരണം. തങ്ങൾക്കൊരു വിരുന്നുണ്ടാക്കി. തങ്ങളെ കൊണ്ടുവന്നു. തങ്ങൾ മുന്നിൽ വെച്ച് തങ്ങൾ പറഞ്ഞു, പിന്നെ മുമ്പിൽ തെറ്റിയത് ശരി തന്നെ, ഇവർ ഇന്ത്യയോട് വന്നാണ്ട് വേദന പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാപ്പാക്കി കൊടുത്തണം. ആരും ഒരെണ്ണം മാപ്പാക്കിയിട്ടില്ലേ? ഹിസാബ് പോയല്ല, പിന്നെ അള്ളാഹ് കിട്ടില്ല, പിന്നെ എനിക്ക് ഉത്തരവാദിത്തമില്ല. എന്നാ റമദാൻ കഴിയുമ്പം പെണ്ണുങ്ങൾ മാപ്പ് പറഞ്ഞാൽ കാല് പിടിക്കേണ്ടത് എന്താ? പെണ്ണുങ്ങൾ കാല് പിടിച്ചാൽ, എന്താ അമ്മാനെ കാല് പിടിച്ചാൽ, എന്താ പെങ്ങളെ കാല് പിടിച്ചാൽ, എന്താ കക്കനെ കാല് പിടിച്ചാൽ, എന്താ അയൽവാസിനെ കാല് പിടിച്ചാൽ. ഒരു അയൽവാസിൻ്റെ കാല് പിടിച്ചു, ഒരു പ്രശ്നം തെറ്റ ഇവൻ്റെ കയ്യിൽ തന്നെ കാല് പിടിച്ചോൻ്റെ കയ്യിലാന്ന് തന്നെ കൂട്ടിക്കോ, അങ്ങനെ കൂട്ടിക്കോ. കാല് പിടിച്ചോൻ്റെ കയ്യിലാണ് എന്ത് തെറ്റ്. 4 വന്നിട്ട് എന്ത് ചെയ്തു? ഈ കാല് പിടിച്ചോൻ തന്നെയാണ് ആര്? തെറ്റാരൻ. ഓൻ പിന്നെ വന്നിട്ട് എന്ത് ചെയ്തു? കാല് പിടിച്ചു. മറ്റോ പിന്നെ നാടാകെ പറഞ്ഞു നടന്നു, ഓനെ എൻ്റെ അവിടെ വന്ന് കാല് പിടിച്ചോനാ. ഇപ്പം അക്രമിയാരായി, അച്ഛനായി. എന്തോ പെടുന്ന കാല് പിടിച്ച് പറ, എന്തിനാ കാല് പിടിച്ച്? സിറാത്ത് പാലത്തിൽ കുടുങ്ങാക്കാണ്. അവന് പഠിച്ചോൻ പറ്റി പോലുണ്ട്. എന്തൊക്കെ കാല് പിടിച്ചത്? ഒരു തെറ്റിൻ്റെ അവസാനം മാപ്പ് പറയണം. ഞാൻ മാപ്പ് പറഞ്ഞു, പൊരുത്തപ്പെട്ടോ? ആ പൊരുത്തപ്പെട്ടു പറഞ്ഞാൽ നീ കാല് പിടിക്കണ്ട. പൊരുത്തപ്പെടൂല, വാശി വെക്കണം. അപ്പം എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കാല് പിടിക്കാൻ നടപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പം ഇറങ്ങി നമ്മൾ കാലോട് പിടിച്ച്, അപ്പോൾ മാപ്പാക്കി. അപ്പോഴും മാപ്പാക്കിയില്ല. പറയേണ്ടവരൊക്കെ പറയിപ്പിച്ചു, മാപ്പാക്കിയില്ല. വിട്ടളാ, ഇനി ആർക്കാണ് ഹിസാബ്? നിനക്ക് നിൻ്റെയൊക്കെ ചെയ്യാവുന്നതിനെ പരമാവധി ചെയ്തു. ഞാൻ ഇവിടെ ചോദിക്കുന്നത്, ഭാര്യയോട് കാല് പിടിക്കാത്ത ദുരഭിമാനം എന്നാണ്. ഇക്കാക്കാൻ്റെ കാല് പിടിക്കാത്ത ദുരഭിമാനം, ഉമ്മാൻ്റെ കാല് പിടിക്കാത്ത ദുരഭിമാനം, പെങ്ങളെ കാല് പിടിക്കാത്ത ദുരഭിമാനം. ഒരു വാപ്പാക്ക് 2 മക്കളുണ്ട്. ഒരു മകനോട് ഭേദം കാണിച്ചു, ഓനെ പരിഗണിച്ചാനല്ല. മരിക്കണു മകനെ വിളിച്ചു, മകനെ വിളിച്ചു, വാപ്പ ഇത് പിടിച്ചൂടെ? എന്തേ? മനസ്സുണ്ടെങ്കിൽ തലാട്ടിയാൽ മതി. വെറുതെ ഞങ്ങൾ
ഷോക്കേസിൽ വെച്ച ബൊമ്മ ആട്ടുമ്പോൾ ആട്ടണ്ട. നിങ്ങളെ കിതാബിൽ അങ്ങനെ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്കീൽ ഞാൻ അങ്ങനെ പറഞ്ഞ് എഴുതി കൊടുത്തോളാം. എൻ്റെ കിതാബിലുണ്ട്. ബാപ്പാക്ക് കാല് പിടിക്കാം. ആരെ മകൻ്റെ കാല് പിടിക്കാം. മനസ്സിലായില്ല? പിടിച്ചിട്ടില്ല. ورفع أبويه على العرش وخروا له سجدا. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ബാപ്പാനെയും ഉമ്മാനെയും കുടുംബത്തിനെയും കയറ്റിയിരുത്തി. ഖറൂ ലഹു സുജദാ. അവരെല്ലാവരും യൂസുഫിന്റെ കാൽക്കൽ സുജൂദിൽ വീണു. ആരാ സുജൂദ് ചെയ്ത്? യാക്കൂബ് നബി. ആരെ മുന്നിൽ? യൂസുഫ് നബിന്. എന്തേ? പിന്നെന്തോ ഇയ്യും ഞാനും കുഞ്ഞാർന്നും. കാരണം ഞമ്മക്ക് യാക്കൂബ് നബി സുജൂദ് ചെയ്തു. ആരെ മുന്നിൽ? പറയാ സയ്യിദ്നാ 11ാമത്തെ മാന. മൂത്ത മാന കുറച്ച് താടിയൊക്കെ കുറെ തൊണ്ടിപ്പാമ്പാൻ അത്ര ഇട്ടുണ്ടാവും. ഇതൊന്നൊന്നുമല്ല, തൻ്റെ ഇളയ മകൻ്റെ മൂത്തുള്ളത്. അതായത് ഒരു ഇളയ മകൻ തന്നെ യൂസുഫ്. ആ യൂസുഫ് നബിന്റെ മുന്നിൽ സുജൂദിൽ കടന്നു. സയ്യിദ്നാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അതും കിടക്കും. മുഅ്മിനീങ്ങളൊക്കെ കിടക്കും. എൻ്റെ കുട്ടീനോട് ഞാൻ മാപ്പാക്കണം, എൻ്റെ കുട്ടി എനിക്ക് മാപ്പാക്കണം, എൻ്റെ കുട്ടീനോട് ഞാൻ വളരെ ദ്രോഹം ചെയ്തിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് പിന്നെ പനി പിടിച്ച് അവസാനം മഞ്ഞപ്പിത്തം പിടിച്ചപ്പോൾ ആശുപത്രിക്ക് ഞാൻ കൊണ്ടില്ല, ആണേ കൊണ്ടുകൊള്ളുന്നു. ഞാനൊരു പിന്നാലെ തന്നെ പോയില്ല, കുട്ടി മരിച്ചു. മറ്റൊൻ്റെ കുട്ടിക്ക് ജലദോഷം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം മാസത്തിൽ 40,000 അയക്കും. എന്നവിടെ ആട് വെക്കണ പണിയാണ് മറ്റോന്. അപ്പോൾ അവിടെ വ്യത്യാസം കട്ടി. ആരോട്? ഈ ആടുമയക്കാരൻ്റെ കുട്ടികളോട്, ആടുമയക്കാരനോട്. കുറെ കാലം കഴിയുമ്പോൾ തന്തക്ക് ബോധ്യപ്പെട്ടു ഇത് തെറ്റാണ്. അപ്പോൾ ആ മകൻ്റെ കാലുടിച്ചു, മരുവളെയും കാലുടിച്ചു, കുട്ടികളെയും കാലുടിച്ചു. അപ്പോൾ ഇത് തെറ്റാണ്, മഹശറിന്ന് കൊടുക്കണ്ടല്ലോ. യഫ്റഹു അഹദുക്കും ഇൻ കാന ലഹു ഹഖ്ഖുൻ മിൻ അബിഹി. ബാപ്പയിൽ നിന്ന് നിങ്ങൾക്ക് ഹക്ക് കിട്ടാനുണ്ടെങ്കിൽ പോലും അന്ന് നിങ്ങൾക്ക് സന്തോഷമോ വാങ്ങിയിട്ടേ പോകുള്ളൂ. എവിടെ? മഹശറിൽ. ഇവിടെ മനസ്സിലായോ? റസൂല പറഞ്ഞ എന്ത്? ബാപ്പാന്റെ കയ്യിൽ നിന്ന് മക്കൾക്ക് ഹക്ക് കിട്ടാണ്ടെങ്കിൽ മക്കൾ ബാപ്പാനെ പിടിച്ചത് വാങ്ങും. ബാപ്പാ നിങ്ങളെ അക്കൾ ഇവിടെ നടക്കൂല. നിങ്ങളൊക്കെ വലിയ മുതലാളിന്റെ മകനെ നിങ്ങൾ നോക്കി, എന്റെ കുട്ടികൾ മഞ്ഞപ്പിടിച്ചം പിടിച്ച് മരിച്ചിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങളോട് നിങ്ങൾ ബാപ്പന്നെ, പക്ഷെ നിങ്ങളെ ചെയ്തെനിക്ക് ശരിയില്ല. നിങ്ങൾ 2 കുട്ടികളും പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ആശുപത്രി പോയി കിടക്കണവനാണ്, പക്ഷെ മുതലാളിയാണ്, ഞാൻ ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് നിങ്ങളെ ഹക്കുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ എൻ്റെ വേദന എത്ര ഉണ്ടാവും? അതോ ചോദിച്ച് പിടിച്ചിട്ട് വാങ്ങും. എവിടുന്ന്? സിറാത്ത് പാലത്ത് വന്ന്. അപ്പോൾ പാങ്ങാതിരിക്കാം. എന്താ അവൻ്റെ കാല് പിടിച്ചാൽ? ബാപ്പാക്കും കാല് പിടിക്കാം. എനിക്ക് 9 മക്കളുണ്ട്. ഞാൻ അവരോട് അക്രമം ചെയ്തിട്ടില്ല കാലം വരെ. എൻ്റെ ഓർമ്മയിൽ ചെയ്താൽ കാല് പിടിക്കും, തീർച്ചയായും കാല് പിടിക്കും. ഞാൻ എൻ്റെ അയൽവാസിയുടെ കാല് പിടിച്ചിട്ടുണ്ട്, എൻ്റെ അയൽവാസിയുടെ കാര്യം പിടിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ തെറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പോലും അള്ളാഹു വാക്കിയാൽ ഞാൻ പിടിക്കും. ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം പിടിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയുടെ കാര്യം പിടിച്ചിട്ടുണ്ട്. മാപ്പാക്കണം. എൻ്റെ തെറ്റും മാപ്പാക്കണം. മാനി ബാപ്പാനെയൊക്കെ സ്ഥിരം കാര്യം പിടിച്ചിട്ടുണ്ട്. വലുപ്പത്തരം പറയല്ല, പേടിയോണ്ടാണ്. കാരണം അവരോട് ആക്രമണം ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലവരല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നമ്മളവരോട് അക്രമം ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ ആളല്ല, ഞാൻ മോശമാണ്, അതാണ് പറഞ്ഞത്. ഒരു ഔലിയല്ല. ഞാൻ എൻ്റെ ബാപ്പാനോട് അക്രമം ചെയ്തിട്ടുണ്ട്. എനിക്ക് ബാപ്പ വിചാരിച്ചത്ര ഞാൻ ആയില്ല. ഇപ്പൊ കാല് പിടിക്കണ്ട. എൻ്റെ ബാപ്പ വിചാരിച്ച ഇങ്ങനത്തെ മൂല്യമൊന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ ബാപ്പ വിചാരിച്ചത്ര ആയില്ല, കാല് പിടിച്ചു. വേറെ ഉണ്ട്. ബാപ്പ ഏൽപ്പിച്ചത് ബാപ്പാൻ വിചാരിച്ച മാതിരി ചെയ്തില്ല. നമുക്ക് ബാപ്പാക്ക് വിഷമം ഉണ്ടാവും. എന്താ കാല് പിടിക്കണേ? എന്താ അമ്മാൻ്റെ കാല് പിടിക്കണേ? എന്താ അയൽവാസിയുടെ കാല് പിടിക്കണേ? എന്താ ഭാര്യയുടെ കാല് പിടിക്കണോ? എന്താ ഓടി നമ്മളോട് കൊണ്ട് മൂപ്പര് നമ്മളോട് ഇങ്ങനെ അപരാധം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞ മഹശറിയിൽ സിറാത്ത് പാലത്തിൽ തർക്കിക്കുന്നതിനേക്കാൾ നല്ല ഇവിടെ കാല് പിടിക്കരുത്. ഒരു അഭിമാനമല്ലാതെ എന്തല്ലാതെ അഭിമാനം ദീനാണ്. മനസ്സിലായില്ല? ദീനല്ലാത്ത അഭിമാനത്തിന്റെ പേര് ദുരഭിമാനം എന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്താണ്? പറയും മനുഷ്യന്മാരെ, ദീനാണ്. ഒരു മുഅ്മിനായ മനുഷ്യ അഭിമാനം ദീനാണ്. ഒരു മൗലവിയുടെ നാട്ടിൽ നിന്ന്
തെറ്റ് ചെയ്തു പറഞ്ഞേക്കാണ്. നമ്മളും കമ്മിറ്റിക്കാരനാണ്. ഞാൻ 2 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞ ആളെ പേരിൽ പോയിട്ട് സാറേ നമ്മളൊക്കെ സ്വതക്കായി കൊടുത്തു സാറേ സംഗതി എന്തോ ആട്ടെ എൻ്റെ 2 വാക്കയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണട്ടോ എന്താ പറഞ്ഞാൽ. പിന്നെ 25 കൊല്ലം മൂല്യം 25 സംഗതി മൂല്യത്തിൽ തെറ്റെത്തിയല്ല. എൻ്റെ തെറ്റ് മനുഷ്യൻ്റെ തെറ്റില്ല. സ്വഹാബിക്ക് തെറ്റെത്തി പിന്നെ മൂല്യര് മനസ്സിലായില്ല. ഒരു മൂല്യര് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു, നാട്ടിൽ പിരിച്ചുവിടണ്ടേ? പിരിച്ചുവിടണം. നമ്മൾ കൂടും വേണം, അപ്പോഴേ അത് പിരിച്ചുകൊണ്ട് നടക്കുള്ളൂ. പക്ഷെ പിന്നെ അയാളോട് പോയി എന്ത് പറയാം? ആ പറയാം. എന്തുകൊണ്ട്? നമ്മളത്ര യോഗ്യന്മാരൊന്നുമല്ല, നമ്മൾ യോഗ്യന്മാരാണ്. 2 ആഴ്ച 4 ആഴ്ച അയാളെ പേരിൽ പോയി സതേ. ഇപ്പോൾ അതില്ല, ഭാര്യയുള്ളൂ. അപ്പോൾ എന്തൊരു സ്വതക്ക കൊടുത്തേൽപ്പിച്ചു. ഞാൻ അവിടെ വന്നിരുന്നു എന്ന് പറയണേ, സ്ഥലം കണ്ട ആവശ്യമില്ല. എന്താന്ന് പറഞ്ഞാൽ അയാൾ പൊട്ടി കരഞ്ഞ് അള്ളാഹുവിനെ അയാളെ സ്വീകരിച്ചിട്ടുണ്ടാവും. അയാൾക്കൊരു വിഷമം വേണ്ട നമ്മളെപ്പറ്റി? ആർക്കും വേണ്ട. ആർക്കും നമ്മളെപ്പറ്റി വിഷമം, ആർക്കും വിഷമം വേണ്ട. ആർക്കും 40 റുപ്യ ഓട്ടോറിക്ഷയുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ 50 റുപ്യ വാങ്ങി. അപ്പം എനിക്ക് വിഷമം തോന്നി. എന്നാലും പൊരുത്തപ്പെട്ടു കൊടുത്തതാണ്. എന്തുകൊണ്ട്? അവന് അർഹതയില്ലാത്തതിന് ഞാൻ പൊരുത്തപ്പെട്ടാൽ എനിക്കർഹമില്ലാത്ത ദിവസം പറയേ അത് പൊരുത്തപ്പെടും. അതിന് വർത്താനൊന്നും പറഞ്ഞില്ല. ഒരു വട്ടം പറഞ്ഞു നോക്കിയാടാ 40 ഉള്ളൂ, അല്ല എനിക്ക് 50 കിട്ടണം, എൻ്റെ കയ്യിലുണ്ട്, കൊടുത്തളാം. നീ കടമായി കൊടുത്തളാം. കടമായിൽ മാപ്പ് പറഞ്ഞാൽ ഞാൻ നാളെ വച്ചെന്നാൽ കൊടുന്നേരാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ 40 വിചാരിച്ചേ. തല്ല നിൽക്കണ്ട, മനസ്സിലായില്ലേ? പറഞ്ഞു മാപ്പാക്കണം. അവനോട് നീ മാപ്പാക്കിയാൽ നിന്നോട് പറയേ അല്ല മാപ്പാക്കും, അല്ല മാപ്പാക്കും. ഞാൻ ഓട്ടോറിക്ഷ വിളിക്കണ്ട, ഇത്രയല്ലേ ഉള്ളൂ. മുറിച്ചിന് കൂലി 9 കൊടുക്കണം. സ്വന്തം ബാപ്പേന് ഹക്ക് കിട്ടാനുള്ള ദിവസം മക്കൾക്ക് സന്തോഷമാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് എത്രയാണ്? അവിടെ ഹക്ക് മുറിച്ചു കൊടുക്കൽ. യഫ്റഹുഅഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും സന്തോഷമാകും. ഇൻ കാന ലഹു ഹഖ്ഖുൻ മിൻ അബിഹി, അവൻ്റെ ബാപ്പയിൽ നിന്ന് അവകാശം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്കന്ന് സന്തോഷവും. എന്തിന് സന്തോഷവും? ബാപ്പയിൽ നിന്ന് ആ ഹക്കിനെ പറയേ പിടിച്ചു വാങ്ങാം. കാരണം എത്ര കിട്ടിയാലും തുലാസിലേക്ക് വെക്കാൻ അന്ന് തികയാത്ത ദിവസം. എന്തൊക്കെ പറഞ്ഞ അപ്പോൾ സിറാത്ത് പാലത്തിലെ ഏറ്റവും അയൽവാസി എൻ്റെ അയൽവാസി മുമ്പ് വിൽക്കൂല, നാടാകെ പറഞ്ഞു നടക്കണ്ട. അയാൾക്ക് കുതിരുണ്ടാവും, അയാൾക്ക് എന്തൊരു വയറ്റി കളിച്ചുണ്ട്. ഈ നാടാകെ എന്തിനാ പറഞ്ഞു നടക്കണം? അപ്പരേ നോമ്പില്ലല്ലോ, പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കുതിരുണ്ടെങ്കിലോ ഭാര്യക്ക് ഭർത്താവ് നോമ്പൊറ്റ വയറ്റി കളിച്ചാണ്. ഒരു നട്ടപ്പാതി കാര്യമുണ്ടല്ലാതെ ഈ കാര്യമില്ല. ഒരു കാര്യത്തെ ജീവിക്കണം. മേശലെത്തി പറഞ്ഞു പുറത്തു കൊടുത്തു, സാരമില്ല. പിന്നെ പറഞ്ഞ വിചാരായി ഇതിനെ കൊടുക്കുന്നു. നിനക്കൊരു നസിഹത്തിന് പറയാം. മൂലയോട് പോയി പറഞ്ഞു, മൂലരെ എൻ്റെ പേര് അടുത്ത പേര് കിട്ടില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞേണ്ട, അങ്ങനെ വിവരം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ നോമ്പില്ല എന്നാണ് തോന്നുന്നത്. അവിടെ തീയും പുകയും വെപ്പും തീനും കളിയൊക്കെ കാണാം. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കണേ. അങ്ങനെ പറയാം. ഈ നാടകം മനസ്സിലായില്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളോട് പോയി പറഞ്ഞു, അവരെ തിരുത്തി സ്വർഗത്തിലെത്തിക്കാനുള്ള വഴി നോക്കുക. അത്ര തന്നെ. നാടകമാനം കിടത്തണ്ട. അപ്പൊ നോക്ക്, നിങ്ങൾ ഇതാണ് ഇതിൽ സിറാത്ത് പാലത്തിലേറ്റവും ഇതിനേക്കാൾ ഇതിനേക്കാൾ ഭയാനകമായ സ്ഥലം സിറാത്ത് പാലത്തിൽ വേറെയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണെങ്കിൽ ഹദീസിന് എടുത്തു പറയാൻ, ഹദീസിനാണ് പറഞ്ഞ വാക്ക്, ഹദീസിനല്ല, ഇമാം ഖുർത്തുബി തങ്ങൾ വാക്കാണ്. മാ അസ്വാബ മിൻഹാ, ഇതിനേക്കാൾ സ്ഥലമില്ല. ഹദീസ് ആ വിഷയത്തിലുണ്ട്, അപ്രകാരമുണ്ട്. റസൂൽ അങ്ങനെ ഖുർത്തുബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അള്ളാഹു തആല ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ചില ഹദീസുകൾ കൂടി പറയും. വിശാലമായ ലോകമാണിത്. അതുകൊണ്ട് 2-3-4 ഹദീസും അതിൻ്റെ വ്യാഖ്യാനം ഇൻഷാ അല്ലാഹ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നാളെ രാവിലെ 6:30 to 8:30. മരിച്ചു. അതെ, കറക്റ്റ്. നല്ല ചോദ്യം. അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം. നമ്മൾ ഒരാളെ പ്രയാസപ്പെടുത്തി, അയാൾ മരിച്ചുപോയി. ഖബർ സിയാറത്ത് ചെയ്തും ചെയ്യാതെയും അയാൾക്ക് വേണ്ടി കൊടുക്കലിനെ തേടുക. ഖബറിനെ പോയി പറയാം, എനിക്ക് മാപ്പാക്കണം കേട്ടോ, ഇപ്പോഴാണ് തെറ്റ് ബോധ്യപ്പെട്ടത്. നമ്മളെ ദുആയിൽ അവരെയും കൂട്ടുക. അബ്ബേ അവർക്ക് കൊടുത്തു കൊടുക്കണേ, ഞാൻ അവരെ ആക്രമിച്ചിട്ടുണ്ട്, അവരെന്നെ പിടികൂടരുത്. ജീവികളാണെങ്കിൽ അള്ളാഹിനോട് മാപ്പാക്കാം, ഞാൻ ജീവനെ ഉപദ്രവിച്ചിട്ടുണ്ട് റബ്ബേ, പൊരുത്തപ്പെട്ടു തരണേ. ഒക്കെ ഇസ്തിഗ്ഫാർ ചെയ്യാം.
അപ്പേ ആ ജീവിനെ ഉപദ്രവിക്കരുതേ, ആ ജീവിക്ക് അല്ലാഹു തആല കൊമ്പ് കൊടുക്കുന്ന ദിവസം ഞാൻ തിരിച്ച് നിന്നെ കുത്തും. ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നത്. അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തിന് കത്തി കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ അതാണ് ഇസ്ലാം. നീ എന്താ പറയാനുള്ളത്? എന്തുകൊണ്ട് നീ അതിനെ 2 വട്ടം കൊല്ലുന്നുവോ എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞ്? കത്തി ഊരിപ്പിടിച്ച ഒരുവിനെ അറക്കാൻ കൊണ്ടേ റസൂലുള്ളാഹി അത്തദ്ബഹു മറത്തൈൻ, 2 വട്ടം അറക്കാം. ഒന്ന് കത്തി കാട്ടി പേടിപ്പിക്കാം, 2 അറക്കൽ. അത്തദ്ബഹു മറത്തൈൻ, ആ മൃഗത്തെ നീ പറ 2 തവണ അറക്കുന്നുവോ? ഒരു അറക്കലല്ലേ അല്ലാഹു ഹലാലാക്കിയിട്ടുള്ളൂ. അതാണ് ഇസ്ലാം. ആലോചിച്ചാളി. അറക്കുന്ന മൃഗത്തെ കാണിച്ച് കത്തി അണക്കാൻ പാടില്ല. അത് വേറെ എവിടെയെങ്കിലും അണച്ചുകൊണ്ടിരാൻ. ഇന്ന് നമ്മളെ ഉദഹയത്ത് സംഘങ്ങൾ വളരെ മോശം. ഇന്ന് നമ്മളെ ഉദഹയത്ത് സംഘങ്ങൾ വളരെ മോശം. ചില നന്മകൾ അതിലുണ്ടെങ്കിലും അതിലുള്ള ക്രൂരതയും തിന്മയും വളരെ വലുതാണ്. 10ഉം 20ഉം പോത്തിനെ കിട്ടുക, എന്നിട്ട് തുടക്കത്തിൽ ഇങ്ങനെ അറച്ചു തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ മറ്റേ പേടിയായി. റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. മനസ്സിലാണ്ട് പറയുന്നത്? ഒരു ജീവിയെ അറക്കുമ്പോൾ മറ്റൊരു ജീവിയെ കാണിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണ്ടേ? കത്തി പോലും കാണിക്കാൻ പാടില്ല. എന്നാൽ വേറൊരുത്തനെ പോത്തിനെ അതേപോലത്തെ ഒരു പോത്തിനെ അറക്കണത് ഈ പോത്ത് കണ്ട അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ബോധമില്ലെങ്കിലും മൃഗങ്ങൾക്ക് 2 ബോധമുണ്ട്. സ്വന്തം സുരക്ഷ, സ്വന്തം ശത്രു. ഈ ബോധമില്ലാത്തൊരു ജീവിയും ഈ ലോകത്ത് ഒന്നുമില്ല. ഒരു പൂച്ച ഞങ്ങൾ ഒന്ന് നോക്കുമ്പോൾ പോയും. നിങ്ങൾ കുനിമനിൽ കാക്ക പറഞ്ഞു എന്ത്? അതിനെ സുരക്ഷത്തെ പറ്റി ബോധമുണ്ട്. കല്ല് അതിന് എതിരാന്ന് അറിയാം. കല്ലിനാണ് കുമ്പിട്ടതെന്ന് അറിയാം. അതിന് കിതാബൊന്നും അറിയില്ല. അതിന് എന്തറിയും? ഇപ്പം കുമ്പിട്ടത് എന്തെടുക്കാനാണ്? ഇപ്പം എൻ്റെ പുറത്ത് കയറുള്ളൂ പറഞ്ഞത്. സത്യല്ലേ? ആ മൃഗത്തെ പേടിപ്പിക്കാൻ പാടില്ല. പേടിപ്പിച്ചാൽ കൊടുങ്ങും. ഈ ഉദഹയത്തിൻ്റെ മൃഗങ്ങളെ ഇന്ന് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന രീതികൾ വളരെ അബദ്ധം. പിന്നെ പറ്റി ഓരോരുത്തരും അവരവരുടെ വളപ്പിലിട്ട് അറുത്തിട്ട് ഉരുവിനെ എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് തോല് ഒളിക്കുകയും അരച്ചാക്കുകയും അങ്ങനെ ആക്കാം. ഇത് 10ഉം 20ഉം ചിലപ്പോൾ 50ഉം എണ്ണത്തിന് എന്നിട്ട് കണ്ണുരുട്ടി ഇത് നോക്കുക. ഇതൊക്കെ എന്താണ്? അപ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വിടവിൽ 10 എണ്ണം ഉണ്ട്. ഒന്ന് ഈ കൂടിയുള്ള ഉദഹയത്ത് പണ്ടില്ല. അത് ഈ അടുത്ത കാലത്ത് വന്ന ആണോ? അല്ലേ? പണ്ട് മാലിന്യം ഇവിടെ ഒരു ഉദഹയത്തിൽ ഒരു മൃഗം വെക്കും, അവിടെ ഒന്നിവിടെ. ഇപ്പം എല്ലാവരും ഇതിൻ്റെ തെറ്റ് ഞാൻ പറയില്ല. പക്ഷെ ഇതിൽ ഈ അറിയാത്ത ഇത്തരം കാര്യങ്ങൾ വരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നമുണ്ട്. ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് തോല് വിൽക്കും. തോല് വിറ്റ ഉദഹയത്തില്ല. തോല് സാധുക്കൾക്ക് കൊടുക്കാറുണ്ട്. മൻ ബാ ജിൽദ ഉദഹയത്തിഹി ഫലാ ഉദഹയത ലഹു. ഒരാൾ ഉദഹയത്ത് മൃഗത്തിന്റെ തോല് വിറ്റാൽ അവന് ഉദഹയത്തില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഞാൻ ഇത് പറയേണ്ട വിഷയമല്ല, ഞാൻ പറഞ്ഞു പോയതാണ്. ഒരു മൃഗത്തിനെ പോലും പേടിപ്പിക്കണ്ട. മൃഗത്തിനോട് ചെയ്താലും, മൃഗത്തിനോടാണ് നമ്മൾ അക്രമം കാണിച്ചെങ്കിലും അല്ലാഹു ദുആ ചെയ്യണം. റബ്ബേ, ഞാൻ അടുത്തു പോയി പറയാം. അതിനൊക്കെ ഷുഊറുണ്ടാവും. എന്നെ വിറ്റിട്ടില്ലെങ്കിൽ അതിൻ്റെ കൊമ്പത്ത് പോയി അതിനെ എണ്ണയെ ചുഴിഞ്ഞ് എന്നോട് പറയാം എന്ത് ഞാൻ എന്നെ കുറേ അടിച്ചിട്ടാ മാപ്പാക്കണേ എന്താ പറയുന്നത്? അതിന് ഷുഊറുണ്ടാവും. ഷുഊറുണ്ടല്ലോ. നമ്മൾ വീട് അടച്ചു പോയി, ഒരു പശുവിനെയോ കാളനെയോ കന്നിനെയോ കെട്ടിട്ട് പോയി, ആവശ്യത്തിന് പുല്ലും കൊടുത്തു. പിറ്റേന്ന് രാവിലെ നമ്മൾ വരികയാണ്, വലിയ കരച്ചിലാണ്. കാരണം ഇന്നലെ ഈ പുരയിലാരും ഇല്ലാത്തൊരു പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളിടയ്ക്ക് വർത്താനവും കാര്യവും ഭക്ഷണം കഴിക്കലും പോക്കും വരവും ഉണ്ടെങ്കിൽ അതിന് സന്തോഷമുണ്ട്. ഉണ്ടോ ഇല്ലേ? സത്യല്ലേ? ഇതൊക്കെ ഞാൻ എത്ര അനുഭവിച്ചത്. വേദനയാണ് വരുമ്പോൾ, രാവിലെ കയറി വരുമ്പോൾ ഒരു വേദനയാണ്. ഒരു കോഴി നമ്മൾ വരുന്നോട് കൊക്കി പറഞ്ഞു തുടങ്ങും. എൻ്റെ ആ വീട്ടിൽ നിന്ന് തലേന്ന് രാത്രി ജയിച്ചുണ്ടായിട്ടില്ല. അവിടെ ഒരു മനുഷ്യൻ വെച്ചുണ്ടായാലേ ഈ ജീവിക്കൊക്കെ സന്തോഷമുള്ളൂ. കാരണം ഈ ഭൂമിയിലെ ഖലീഫ മനുഷ്യനാണ് ആർക്കറിയാം.
ടി വി ഒക്കെ നിനക്കും എനിക്കറിയില്ല. ഇനി ജാഹിലും ഫിൽ ഖലീഫ, ഭൂമിയിൽ ഞാനൊരു ഖലീഫയായി നിശ്ചയിച്ചതാണ് മനുഷ്യനെ എന്നത് ഈ കോഴിക്കുട്ടിക്കറിയും. ഒരു പാമ്പിന്റെയോ മറ്റോ ഏജന്റിന്റെ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേന് നേരെ പൊരിയിലെ ഉമ്മാന്റെ അടുത്തേക്ക് കോഴിക്കുട്ടികൾ പാഞ്ഞു വരിക. ആണോ അല്ലേ? എന്തേ? അത് ഞങ്ങൾ സംരക്ഷിക്കും. മനുഷ്യനൊരു അധികാരമുണ്ട് ഇവിടെ. അതിനാ പാമ്പിനെ വടിച്ച് തച്ചല്ല, അവർക്ക് കഴിയില്ല. പറയാ കോഴിക്കുട്ടി കഴിയില്ല, ആടിന് കഴിയില്ല, കന്നിന് കഴിയില്ല, മനുഷ്യനൊക്കെ പാഞ്ഞു വന്നു. ഇജല്ല ഇവിടുത്തെ ഖലീഫ, അതാ അതിനർത്ഥം. ഇജല്ല ഇവിടുത്തെ ഖലീഫ ഇല്ലേ? എല്ലാത്തിനുണ്ട് ഒരു ബോധം. ഇരുകാലിക്ക് മാത്രമാണ് ബോധമില്ലാത്ത. ലോകത്തെ ഏത് സൃഷ്ടിക്കും മനുഷ്യനിവിടുത്തെ ഖലീഫ എന്നറിയും. ما بين السماء والأرض ما في السماء ما بين السماء والأرض شيء إلا وهو يعلم أني رسول الله. ഞാൻ റസൂലാണെന്ന് അറിയാത്ത ഒരു സാധനം ആകാശഭൂമികൾക്കിടയിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, എന്താ പറഞ്ഞേ? ما بين السماء والأرض شيء إلا وهو يعلم أني رسول الله. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അറിയാത്ത ഒരു സാധനം ആകാശഭൂമികൾക്കിടയിൽ ഇല്ല. എല്ലാത്തിനും അറിയും. ഇപ്പോൾ അവർക്കൊക്കെ ഷുഗറില്ലേ, ഒരു ബോധമില്ലേ? നമ്മൾ മനുഷ്യനാന്ന് പറയും, നമുക്കൊരു അധികാരം ഉണ്ടെന്ന് പറയും. അതാണ് എന്ത് പേടിയായും പാഞ്ഞു വരും. ഒരു മഴയും കാറ്റും ഇടിയും ഉണ്ടെങ്കിൽ നേരെ പാർക്കുന്ന വീട്ടിന്റെ തിണ്ടിലേക്ക് കയറി പിന്നെ പശുക്കുട്ടിയിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പാർക്കാൻ അതിന് തൊറ്റുണ്ടായിട്ടും നേരെ പാഞ്ഞിട്ട് നമ്മളെ പുള്ളത്തിനെ കയറിക്കും. എൻ്റെ ഇതിനുള്ളിൽ ആരുണ്ട്? മനുഷ്യനുണ്ട്. നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ജീവിയുണ്ടെങ്കിൽ മനുഷ്യനാണ് എന്നീ പശുക്കുട്ടിക്കറിയും. നിനക്കറിയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ബുദ്ധിമുട്ടിച്ച് മാപ്പ് പറയണം. അതിൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാം. ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, മാപ്പാക്കണം. പഴയ കാലത്ത് എനിക്കറിയാം പശുവിനെ കറക്കും. അള്ളാഹുവാണേ ഒരു ഹക്കാണ് ഞാൻ ഈ പറയുന്നത്. പശുവിനെ കറക്കും. കറന്ന് എടുത്തിട്ട് പിന്നെ വല്യപ്പ ബാപ്പ പറയാൻ എടുക്കണേ, ഞങ്ങളെ ആവശ്യത്തിനാണ് എടുത്തേട്ടോ, എന്നാലും എൻ്റെ കുട്ടി കുടിക്കാൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ആരോട്? ഇതിൻ്റെ അമ്മയും വല്യമ്മയും വല്യപ്പയും പറയണ 100 വട്ടം പറയാൻ കിട്ടും. കറന്നെടുത്ത് പോകുമ്പോൾ ഒരു ബോധമാണ്. എന്ത്? ആ കിട്ടിയുള്ള പാല് എൻ്റെ കുട്ടിക്കുള്ളതാണ്, പക്ഷെ ഞങ്ങളെ ആവശ്യത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടാ, മനസ്സിലായേ? എന്നാലും എൻ്റെ കുട്ടികൾ അവിടെ ബാക്കിണ്ടിട്ടാന്ന് പറയുമ്പോൾ ആ മനസ്സിലാണ്ടോ? നിങ്ങളെന്നെ വിചാരിച്ചവർ വിട്ടികളൊന്നുമല്ല. ഇവർക്കറിയാം ഈ മൃഗത്തിനൊരു ബോധമുണ്ട്. പിറ്റേന്ന് രാവിലെ ചെന്നാലും അത് കാലാത്തി കൊടുക്കും. കറക്കാൻ ചെന്നാ ചവിട്ടുന്ന ഒരു പശു ഉണ്ടായിരുന്നു പുരയില്. കണ്ണെത്തി വിരുന്നു വന്നു. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പേരാമ്പ്രക്കാരൻ. കണ്ണിയത്തി രാത്രി വയറിറങ്ങി വീട്ടിൽ വന്നു. അപ്പോൾ കണ്ണിയത്തിന് എന്തേലും വേണ്ട ഒരു ചായ ഉണ്ടാക്കി കൊണ്ടിരുന്നു. ചായ ഉണ്ടാക്കാൻ ഭാര്യയോട് പറഞ്ഞു, ചായ പാലില്ല, ഞാൻ ചായ ഉണ്ടാക്കൂല. ആ നേരത്ത് പശു നേരം എടുത്താൽ 4 ആൾ പിടിച്ചിട്ടേ കറക്കാൻ പോയിക്കോളൂ. അങ്ങനത്തെ പശു അത്. ആ നേരത്ത് വേറെ മനുഷ്യരാണ് പിടിച്ചു കൊടുക്കാനുമില്ല. പിന്നെ എങ്ങനെ പാലുണ്ടാവും കിട്ടും? ചായ ഉണ്ടാക്കി കട്ട ഞാൻ മതിയാറും. അപ്പൊ തുല ഞാൻ ഉണ്ടാക്കൂലാറും. എനിക്ക് അവർക്ക് പാലില്ലാത്ത അയാൾ എടുക്കൂല. അപ്പൊ ഞാൻ പാൽപാത്രം എടുക്കുക. പാൽപാത്രം എടുത്തിട്ട് ഇയാൾ പറയാ ഞാൻ പശുവിൻ്റെ അടുത്തെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുത്താനും ചവിട്ടാനും നോക്കാൻ എന്നെ പിടിക്കാനും വെച്ച് ഇവിടെ ആളില്ല. ഇവിടെ കണ്ണെത്തി വിരുന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേരത്തെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. കുറച്ച് പാലൊന്നും ഉണ്ടാകും. ഇയാൾ പറയാ ഞാൻ ചെന്നപ്പോൾ പശു കാലകത്തിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള പാലാണ് കറന്നു കൊടുത്തു. എന്ത്? നിനക്ക് കണ്ണിയത്തിനറിയില്ല. ആർക്കറിയും? പറയടാ, ഈ സൗകര്യം നീ നാളെ വരണ്ട. നിനക്കാർക്കറിയില്ലടാ കണ്ണിയത്തിനെ. ആർക്കറിയും? പറയടാ, പണ്യത്തിന് ആർക്കറിയും? പശുവിനറിയടാ. ഇതുപോലത്തെ 4 കണ്ണിയത്തുള്ളത് കൊണ്ട് അവിടെ മഴ പെയ്യണ ആ പാവത്തിനറിയും. നിനക്കറിയില്ല. കണ്യത്തിനെ വിചാരിച്ചൊരു മോടിയരാന്നാ. ഒരു അരിയെ കിട്ടണ മോടിയര്, ഒരു കറുകറുത്ത മോടിയെന്ന് വെച്ച് വിചാരിച്ച്. ഇത് അള്ളാഹിന്റെ ഔലിയപ്പാപ്പയാണ്, അള്ളാഹിന്റെ ആരിഫാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാത്ത മഹാനാണ്. ആ മനുഷ്യനെ കൊണ്ടാണ് ഈ ഭൂമിയിൽ റഹ്മത്ത് ഇറങ്ങണത്. ആർക്കറിയും? പശുവിനറിയും. പശു കാലാണ് വിടർത്തി പാടിയാണ് കറങ്ങും. നട്ടപ്പാതിരക്ക് എന്റെ പേർക്ക് ഷുഗറില്ല. ആർക്കും ഷുഗറുണ്ട്? ആർക്കുണ്ട്? ഷുഗറില്ലാത്തൊരു വർഗം ഇരുകാലികൾ മാത്രമാണ്. മിഞ്ഞാന്ന് ഞാൻ സിംഹം വാലി വറ്റിപ്പോയി കഥ പറഞ്ഞില്ലേ? നിങ്ങളോട് പറഞ്ഞേ ഇല്ലേ? കാലി വറ്റിപ്പോയി, വാലി വറ്റി സിംഹാണ് പോയി. എന്തേ?
ഇത് തൊട്ടളിക്കാൻ പാടില്ല, അള്ളാന്റെ അടിമയാന്ന് ആർക്കറിയാം? സിംഹത്തിനെ അറിയാതെ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. സിംഹം ഇവിടെ പോയി, ഇരുകാലിക്കറിയില്ല. ഈ ബാക്കിൽ നിൽക്കുന്ന ആൾ തലയെ കെട്ടിയൊക്കെ വന്നേനെ വലിയ അലിമ. അയാൾക്ക് മനസ്സിലായില്ല അള്ളാന്റെ അരിഫാണ്. ആർക്ക് മനസ്സിലായി? സിംഹത്തിന് മനസ്സിലായി. ഈ ഭൂമിയിൽ ഏത് ജീവിക്കും ഷുഹറുണ്ട്? പഴയ കാലത്ത് കോഴിയിറക്കൽ ഇന്നത്തെ കോഴിയിറക്കൽ വ്യത്യാസമല്ലേ? കോഴിനെ മുഴുവൻ തിന്നാൻ കൊടുത്ത് പള്ള നിറച്ച്, പിന്നെ ആ കൂട്ടത്തിൽ ഒന്നിനെ പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി പാത്രത്തിൽ വെള്ളം എടുത്ത്, വെള്ളം ഇല്ലെങ്കിൽ സ്വന്തം കയ്യിലെടുത്ത് കൊടുത്ത്, ഇതല്ലേ ഒരു പുറം തലോടി കയ്യിലെടുത്തോട്ട്, കയ്യിൽ സ്വന്തം യജമാനന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കും. അതിനെ തലോടും. അവർക്കല്ലാതെ എനിക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് കേട്ടാ, ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് അതിനോട് പറയും. എന്നിട്ടൊക്കെ എന്ത് ചെയ്യാ? അർക്ക നീ അങ്ങനെയല്ലായിരുന്നു പണ്ടുള്ളവർ. അങ്ങനെ ഏറ്റവും മൂർച്ചുള്ളൊരു കത്തി സാധാരണ പൊരയിലുള്ളവർ ഇറക്കൂല, അതിന് മൊല്ലാക്കാനോട് വരാൻ പറയും. പൊരയിന്ന് പള്ളിയിൽ നിന്ന് മൊല്ലാക്ക വരും. എന്തിന്? എന്തേ? 500 കോഴി ഒരാൾ ഇങ്ങനെ ആട്ടി തന്നെ പൊക്കട്ട് വലിക്കുക. ഇതന്നത്തെ അറിവ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? പള്ളിയിൽ നിന്ന് മൊല്ലാക്ക വരും അറുത്ത് കൊടുക്കാൻ. അറുത്ത് അതിന് മൊല്ലാക്കാൻ്റെ അടുത്ത് അത്രയും മൂർച്ചുള്ള കത്തി ഉണ്ടാവും. മൊല്ലാക്കാൻ കത്തി പത്തുക്കും. അറുത്ത് പോകുമ്പോൾ മൊല്ലാക്കാനോട് പറയും, എവിടെയാണെങ്കിലും പിന്നെ ഭക്ഷണത്തിനോട് വരണേ. അപ്പോൾ പറയും, എനിക്ക് മറ്റേ അമ്മേൻ്റെ വഴിയിൽ ചെറിയൊരു സൽക്കാരുണ്ട്, അതിനെ വിളിച്ചിട്ടുണ്ട്. ഓ, അപ്പോൾ മൊല്ലാക്കൊക്കെ എന്തെങ്കിലും പൈസ പുകലിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു പാത്രം കറിയും അതിൻ്റെ നെയ്ച്ചോറിൻ്റെ കൂട്ടിക്കെട്ടി മൊല്ലാക്കാൻ്റെ പരിലെത്തിച്ചു കൊടുക്കും. എന്തുണ്ടായില്ലേ? പറയും കുട്ടികളെ, എൻ്റെ അതൊക്കെ മാന്യതയാണ്. എല്ലാം ഉണ്ടായിരുന്നു, ഒക്കെ നഷ്ടപ്പെട്ടു. നമ്മൾ അറക്കുന്ന ഉരുക്കൽ നമ്മളെ ശപിച്ചിട്ടല്ലാതെ മരിക്കണില്ല. ഒരു ദിവസം എത്ര കോഴിയാണ് മനുഷ്യന്മാരെ ശപിക്കുന്നത്? മറ്റേ അള്ളാന്റെ നിയമം അനുസരിച്ച ശപം ഉണ്ടാവില്ല. ഒന്നും പെടക്കാൻ നേരല്ല, അർത്തു ഇട്ടു. ഒന്നും വിശാലമായി കിണറിന്റെ ഒരു സൈഡിലാണ് അന്ന് അർത്തിടുക. എന്തിനാ? വെള്ളം വേഗം ഒഴുക്കി കളയാൻ. എന്നിട്ട് അതങ്ങനെ പടഞ്ഞ് തൊടുവരെത്തു. അതിനെ ഉപദ്രവിക്കാൻ കുട്ടികളെ വയ്ക്കില്ല, കുട്ടികളോട് മാറിക്കുന്നു. പടഞ്ഞ ഇങ്ങനെ കൗതുകത്തിൽ കുട്ടികൾ നിൽക്കും. പക്ഷെ വലിയമ്മ പറയും, തൊട്ടുവരരുത്, അത് സന്തോഷം പറഞ്ഞോട്ടെ, കല്ലെടുത്തറിയാൻ വയ്ക്കരുത്. എല്ലാം കഴിഞ്ഞ് അതിൻ്റെ കാല് നീട്ടി മരിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരാളെ അതിനെടുത്തു പോകും. ചോരയൊക്കെ പെഴുകി കളഞ്ഞു. ഇനി അങ്ങനെയല്ലേ? പറയേ, ഒരു കോയിനറുത്ത കാലത്ത് ഇന്നൊരു ദിവസം 500,000 കോയിനറക്കാം. ഈ കോഴിക്കളെ ശാപം മതിയാവില്ലേ? ഇവിടെ അള്ളാൻ ഏതാ പറഞ്ഞാൽ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എടാ, ഒരു ദിവസം എത്ര കോയിൻ്റെ ശാപം ഉണ്ടാവും നമ്മളെ നാട്ടിൽ? ഈ നിസ്സാരമായ ജീവിയുടെ ശാപം മതിയാവില്ലേ നമ്മളെ അള്ളാഹു തആല ശിക്ഷിക്കാൻ? ഒരു കോഴിപ്പീടിക നടത്തിയോണ്ട് മാത്രം നരകത്ത് പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതൊരു ബംഗാളിനെ ഏൽപ്പിച്ചിട്ട് പിന്നെ 12 കളിക്കാൻ പോവാ. എങ്ങനെയോ അറുത്ത് വല്ല നിയമമുണ്ടോ? അറബിന് നിയമല്ലേ? പറയാ കുട്ടി, അറബിന് എന്തുണ്ട്? നിയമമില്ലേ? നമുക്ക് തിന്നണം അതിനെ തിന്നണം. അതാരോത്താലും വേണ്ടില്ല, തിന്നണം. അർത്ഥധാരാന്ന നോട്ടം നമുക്കില്ല, തിന്നണം. അത് തന്നെ. അറക്കാൻ പറ്റിയ ഒരാളല്ല അറക്കണതെന്ന് ഒരാൾ കണ്ടുപിടിച്ചു. അപ്പൊ പിന്നെ നാട്ടുകാർ കൂടി പ്രശ്നം ഉണ്ടാക്കി. അറക്കാൻ ചേർത്തുള്ള നിയമം ഉണ്ടല്ലോ. അപ്പോ മുതലാളിയും പീടിയിലുണ്ട്, തൊഴിലാളിയും പീടിയിലുണ്ട്. തൊഴിലാളി അറക്കാൻ അർഹതയുള്ള ആൾ അല്ല. അപ്പൊ നാട്ടുകാരൊക്കെ തിന്നും. അപ്പോൾ ഒരു ദിവസം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ത്? തൊഴിലാളിയാണ് അറക്കണത്. അപ്പൊ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ തൊഴിലാളി പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പുതിയ നിയമം ഇസ്ലാമിൽ ഇറങ്ങിയത്? 9 കൊല്ലമായിട്ട് ഞാനല്ലേ ഇവിടെ ഇറക്കണത്. നിങ്ങളെ നബി പിന്നെ ഒന്നും കൂടി വന്നു. ഇവിടെ 9 കൊല്ലം ഞാൻ തന്നെയാണ് ഇറക്കണത്. അതാരും അന്വേഷിച്ചില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമുക്ക് എന്ത് മതി? തിന്നണം. 2 കോയിൻ എടുക്കുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ നേരെ പോവുകയാണ് അടുത്ത പേർക്ക് പീടിയൊക്കെ സാധനം വാങ്ങാൻ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെല്ലാം പൈസയും കൊടുത്ത് ആ മോട്ടോർ സൈക്കിൾ ഇറങ്ങാതെ ഓൻ കൊണ്ടുവന്ന് ആരർത്താലെന്ത് എങ്ങനെ അർത്താലെന്ത് ആണോ അല്ലേ? ഇത് തിന്നലെ ഹലാലാകുമോ? എന്താ നിനക്ക് അവസ്ഥ? എന്നെ പ്രശ്നം തല കൊടുത്ത് ചിന്തിച്ചോളി. ഈ ദുനിയാവിൽ അള്ളാഹിന്റെ പൊരുത്തല്ലാത്തൊരു ജനതയാണെങ്കിൽ നമ്മളായിരിക്കും. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.